വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ ആരെ സബ് ചെയ്തിട്ടുണ്ട്, ഉറപ്പായിട്ട് സബ് ചെയ്യാൻ നമ്മൾ അടുത്ത റോഡ് ടു 8K ഗൈസ്. അപ്പോൾ എല്ലാവരും ഉഷാറാക്കുക മച്ചാമാരെ. അപ്പോൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത് നമ്മുടെ ഇന്നലത്തെ സ്ട്രൈക്കർ എന്ന നമ്മുടെ ഈ ഫുട്ബോളിന്റെ അപ്ഡേറ്റ് അല്ലേ മെയിൻ്റെ ന്യൂസ്, അതെങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടവരുണ്ട് ഉറപ്പായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി പറയാനുള്ള മച്ചാമാരെ നമ്മുടെ കൊനാമിയുടെ എന്താ പറയാ, ഇനിയിപ്പോൾ പറയാനുള്ള നമ്മുടെ ഒരു കാർണിവൽ ഫെസ്റ്റിവൽ ഉണ്ട്. അപ്പോൾ അതിനാണ് ഇനിയുള്ള ഒരു പ്രതീക്ഷ. സീസൺ 8ന്റെ 4.3 ആ ഒരു അപ്ഡേറ്റ് ഫെബ്രുവരി പകുതിയോടെ ആകുമ്പോൾ വരുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് 150 ഏകദേശം 300ഓളം കോയിൻ നമ്മുടെ നെയ്മർ കാർണിവൽ ഒബ്ജക്റ്റീവ് ആയിട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ വെച്ചാൽ അപ്പം അടുത്തായിട്ട് പറയുമ്പോൾ നമ്മൾ ഡെന്നിസ്ലോയുടെ കാർഡ് എന്ന് വരുമെന്നാണ് ഗൈസ്. ഇവർ പറയുന്നത് എന്തായാലും നമുക്ക് ബെക്കംബർ കിട്ടിയ പോലെ ഡെന്നിസ്ലോ കിട്ടുമെന്ന് കൊനാമി പറയുന്നത് ഷുവറാണ്. പക്ഷെ അതും കൊനാമി പറയുന്നത് നമ്മുടെ ഫെബ്രുവരി ഒരു പകുതിയൊക്കെ ആവുന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന എന്താ പറയുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്. വേറെ കാര്യങ്ങളൊന്നുമില്ല മച്ചാന്മാരെ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് 2025 കോയിൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആരും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ അവർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. ആ ഒരു ഭാഗ്യവന്മാരൊക്കെ ജസ്റ്റ് നമ്മുടെ വീഡിയോന് താഴെ ഒന്ന് കമന്റ് ചെയ്യാം. എനിക്ക് എന്തായാലും മച്ചാന്മാരെ കിട്ടിയില്ല. നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് എന്താ പറയുക ഒരാൾക്ക് കിട്ടിയതാണ് അവൻ ഇന്നലെ അയച്ചു തന്നെ. എന്തായാലും എനിക്ക് തോന്നുന്നു എല്ലാവരും വോട്ടിംഗ് ക്യാമ്പയിൻ ചെയ്തതിന് കുറച്ച് ലക്കി യൂസേഴ്സിന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ മച്ചാന്മാരെ നമുക്ക് ഇന്ന് പറയാൻ പോണത് എങ്ങനെ നമുക്ക് മറ്റേ പുതിയതായി വന്ന സ്ട്രൈക്കർ തന്നെ ഉണ്ടല്ലോ കൈസ്. കുറച്ച് പേര് പറഞ്ഞാൽ അത് സെർവറിനോട് ആയതുകൊണ്ടാണ് കയറാൻ പറ്റാതെ. നിങ്ങൾ ബാക്ക് അടിച്ചില്ല റിട്രൈവ് കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പെട്ടെന്ന് തന്നെ കയറാൻ പറ്റുന്നതാണ്. അപ്പൊ മച്ചാന്മാരെ അങ്ങനെ സ്ട്രൈക്കറിന് വന്നു പറയുകയാണെങ്കിൽ ഗൈസ്, ഇവരിപ്പോ പറയുന്നത് വെച്ചാൽ 120 നമുക്കിപ്പം സെക്കൻഡോളം തന്നിട്ട് അതിന് നമ്മൾ എന്താ പറയാ ഈ ഒരു ഫസ്റ്റ് ഒരു ജസ്റ്റ് ട്യൂട്ടോറിയൽ പോലെയാണ്. ഞാൻ ജസ്റ്റ് ഫുള്ള് വീഡിയോ കാണിക്കുന്നില്ല കേട്ടോ. 120 സെക്കൻഡാണ് ഗൈസ് അവർ തന്നേക്കുന്നത്. ഞാൻ ഏകദേശം എന്താ പറയുക 120 പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കി ഒരു 18ഓളം ഗോളുകൾ നമ്മുടെ ഇവരെയൊക്കെ വെച്ച് തന്നെ പാസ് ചെയ്ത് കളിച്ചിട്ടുണ്ട്. അപ്പോൾ മച്ചാന്മാരെ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ് ഏകദേശം ഗൈസ് നമുക്കൊരു എന്താ പറയുക ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് മാക്സിമം തീർത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് 100 കോയിൻ മാത്രമാണ്. പക്ഷെ എന്താ പറയുക എനിക്ക് തോന്നുന്നു കുറച്ച് എന്തിന് കൊനാമി ഇത് വന്നത് കൊണ്ട് കുറച്ചുകൂടെ കൂട്ടാൻ ചാൻസ് ഉണ്ട് മച്ചാന്മാരെ. അപ്പം എനിക്കിതാണ് കിട്ടിയത് നമ്മുടെ സ്ട്രൈക്കർ എന്ന അവാർഡ്. അപ്പോൾ മച്ചാന്മാരെ നിങ്ങൾ ഫസ്റ്റ് തുടങ്ങുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. അപ്പം ഗൈസ് ഇതിൽ പറയുന്നത് വെച്ചാൽ ജയിച്ചു കഴിഞ്ഞാൽ 3 സ്പേസ് ഇതാവും. ഇനി ഡ്രോ ആണെങ്കിൽ 2 സ്പേസ് ആയിരിക്കും. നമ്മൾ തോറ്റാൽ 1 സ്പേസ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു സ്പേസ് കൂടാണ്ടിരിക്കില്ല. ഇപ്പൊ തന്നെ ഞാൻ വെറും 10-15 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് പോലും ആയില്ല 7 മിനിറ്റ് കൊണ്ട് ഞാനിപ്പോൾ 3 സ്പേസ് ഒഴിവാക്കി. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ഒരു 2 മണിക്കൂർ കൊണ്ട് കുറേയൊക്കെ തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത് മച്ചാന്മാരെ. അപ്പം ഇതാണ് നമ്മുടെ സ്ട്രൈക്കറിന്റെ അവാർഡിനെ പറ്റി. പിന്നെ എന്താ പറയുക നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. പിന്നെ ഗൈസ് ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നാളത്തെ വരുന്ന വീഡിയോകളിൽ നമുക്ക് ജെറാഡിന്റെ പിന്നെ നമ്മുടെ പുതിയ വരാൻ പോണ 2 പാക്കിന്റെ റിവ്യൂ അടിക്കാന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ട് ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. പിന്നെ മച്ചാന്മാരെ 150 എന്താ പറയുക കോയിൻ ഓൾറെഡി കൊനാമി തരുന്നുണ്ട്. അത് മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കാരണം ഞാൻ കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഉറപ്പായിട്ടും ഞാൻ കാണിക്കുന്നതാണ്. പിന്നെ മച്ചാന്മാരെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഈ ഒരു ട്യൂട്ടോറിയൽ കഴിയുമ്പോഴാണ് നമുക്ക് കുറെ കാര്യങ്ങൾ എന്താ പറയാ അൺലോക്ക് ആവുന്നതും. പിന്നെ നമ്മുടെ ഇന്നലെ ഒരു വിക്ടറി വേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മച്ചാൻ സബ്സ്ക്രൈബർ ഈ ഒരു മാച്ച് കളിച്ചാലെന്ന് പറഞ്ഞത്. അപ്പോൾ ഗൈസ് നമ്മൾ ഡെയിലി 8 മണിക്ക് ലൈവ് വരുന്നതാണ്, ജോയിൻ ചെയ്യാം. അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം. വേണേൽ ഒരു ദിവസം നമുക്ക് ഈ സ്ട്രൈക്കറിനെ ഒന്ന് കളിച്ചു നോക്കാം ജസ്റ്റ് എങ്ങനെ ഉണ്ടാവും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഗൈസ് 3vs3 കളിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്താ പറയാ രസമുണ്ട്. കാരണം ഇതിൽ ത്രോ പാസ് ഒന്നുമില്ല ഗൈസ്. ത്രോയൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് എന്താ പറയാ ഷോട്ട് ചെയ്യുക. പാസ് ചെയ്യുമ്പോൾ നമുക്ക് ചെയിൻ കൗണ്ട് ഒക്കെ കൂടും. അപ്പൊ അങ്ങനെയുള്ളൊരു മാച്ചാണ് എന്തായാലും നമുക്ക് ഈ ഫുട്ബോൾ കൊണ്ടുവന്നെന്ന് വിചാരിക്കാം. എന്തായാലും ഗൈസ് ഇനിയിപ്പം ഇത് കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു ഇവര് പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ ഇത് നമുക്ക് ക്യാപ്റ്റൻ ടെസ്പൂസി ഒക്കെ വന്ന പോലെ മിഷീനൊക്കെ എന്തായാലും ഇവർ കൊണ്ടുവരുമെന്ന് വിചാരിക്കാം. അപ്പോൾ കുറെ നമുക്ക് കിട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റേ കോസ്റ്റ്യൂം അല്ല ഫേസും കാര്യങ്ങളും. അപ്പൊ അങ്ങനെ ഫസ്റ്റത്തെ മാച്ച് കഴിയുമ്പോഴാണ് ഏകദേശം നമുക്ക് ഇതൊക്കെ തുറന്നു വരിക. അപ്പൊ എന്തായാലും നമുക്ക് കാണാൻ കഴിച്ചു. അപ്പോൾ ഉറപ്പായിട്ട് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക കൊനാമിയുടെ ഈ ഒരു അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ഇഷ്ടപ്പെട്ടോ ജസ്റ്റ് കമന്റ് ചെയ്യാൻ വെച്ചാൽ എങ്ങനെ ഉണ്ടായിരുന്നു കമന്റ് ചെയ്യുക. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് നൈറ്റ് നമുക്ക് എന്തായാലും ഈ ഒരു കോമാച്ച് സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ആ 2025 കോയിൻ കിട്ടിയ ഭാഗ്യവന്മാരൊക്കെ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് റിവ്യൂവും കാര്യങ്ങളും അടുത്ത വീഡിയോ ആയിട്ടും നല്ല ലൈവായിട്ടും വരുന്നതായിരിക്കും. ഓക്കെ ബൈ ഗൈസ്.